ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ചക്കാലം ദൈവസന്നിധിയിലായിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹത്തിലും ദൈവസ്നേഹത്തിലും വളർന്ന് നമ്മളെല്ലാവരും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുക. വീണ്ടും നമ്മൾ ഈ ഡിവൈനിലെ ശുശ്രൂഷകളുടെ ഭാഗമായി തീർന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീർന്നിരിക്കുന്നു. കർത്താവിന് നന്ദി പറയാം, കർത്താവിൽ ആനന്ദിക്കാം, കർത്താവിൽ സന്തോഷിക്കാം. ഈ സന്തോഷം നിത്യവും നിലനിൽക്കുന്നതായി തീരണം. അപ്പം ദൈവത്തിന് പ്രീതികരമായത് എന്തെന്ന് അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ തുടർന്ന് ജീവിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും കർത്താവിൻ്റെ പരിപാലനയും സംരക്ഷണവും അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നുമല്ല, അനന്തമായ കർത്താവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ വസിക്കുന്നവൻ പരിപൂർണതയിലായിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകിയ ആ സ്നേഹം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണമായും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഈ അനുഗ്രഹത്തിന് ഒരു ചൈതന്യം എല്ലാവരിലേക്കും ഒഴുക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച വീണ്ടും പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ഭർത്താവ് ഭയങ്കരമായ മദ്യപാനവും വഴക്കും പ്രശ്നമൊക്കെയാണ്. ഭാര്യ പറയാണ്, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷേ ഒരു ഫലവും കാണുന്നില്ല. ഇവിടെയാണ് നീ വളരണം എന്ന ആശയം സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് വളരേണ്ടത്? ബലിപീഠമുണ്ടാക്കുക, ഭർത്താവിനെ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുക. എങ്ങനെയാണ് ബലിയർപ്പണ പ്രാർത്ഥന? നന്ദിയും സ്തുതിയും പറയുക. അപ്പൊ ഈശോയുടെ കയ്യിലേക്ക് ഭർത്താവിനെ കൊടുത്തിട്ട് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവ് ആ എൻ്റെ എന്ന് കത്തിച്ചു കളഞ്ഞ് ദൈവത്തിൻ്റെ മകനായി കാണുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, തുടർന്ന് ലോകമെമ്പാടും ലഹരിക്ക് അടിപ്പെട്ട് കഴിയുന്ന സർവ മദ്യപാനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആ എൻ്റെ എന്നതിനെ കത്തിച്ചു കളഞ്ഞ് അതുവഴി നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനം കടന്നു വരും. ഈ പ്രശ്നത്തിൽ നീ ഇനി തനിച്ചല്ല, നീയും ഈശോയും കൂടെ ചേർന്നാണ്. അത് തന്നെ വലിയ സമാധാനം സൃഷ്ടിക്കും. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ദൈവം അത്ഭുതകരമായി ഇടപെടുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യും. ബൈബിളിലെ ഓരോ വചനവരികൾക്കിടയിലും വചനം വായിക്കുന്ന ഞാനുണ്ടെങ്കിൽ അടുത്തത് എന്നോട് പറയാണ്, ഈ ബൈബിളിലെ വചനങ്ങൾ ഞാൻ വായിക്കുമ്പോൾ
അത് ഓരോന്നും എന്നോടാണ് പറയുന്നത്. അപ്പം അതിൽ സംഭവങ്ങളുണ്ടാകാം, വ്യക്തികളുണ്ടാകാം. ഈ സംഭവങ്ങളും വ്യക്തികളും എല്ലാം പ്രതീകങ്ങളും പ്രതിനിധികളുമാണ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ സംഭവിച്ച, ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ അത് ഇന്ന് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അതിലെ വ്യക്തികൾ ഞാനുമായി ബന്ധപ്പെട്ട് കർത്താവ് സംസാരിക്കുന്ന, പറയുന്ന കാര്യമാണ് എന്ന് വിശ്വസിച്ച് ഞാൻ വായിക്കണം. ഈശോ തനിക്ക് സംഭവിക്കാൻ പോകുന്നതായ കുരിശുമരണം, പീഡാസഹനം, അതിനുശേഷമുള്ള കല്ലറയിൽ അടക്കൽ, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇത് ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കണം. യാതൊരു തെറ്റും ചെയ്യാത്ത, പാപവും ചെയ്യാത്ത പൂർണ്ണ മനുഷ്യനായ യേശുവിന് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കും. എന്താണ് നിന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്? നിന്നെ ചിലപ്പോൾ നിന്റെ ജീവിത പങ്കാളിയാകാം, അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത്, നന്മ ചെയ്ത്, പ്രോത്സാഹിപ്പിച്ച് വളർത്തിയ വ്യക്തിയാകാം. നിന്നെ കുറ്റപ്പെടുത്തും, നിന്നെ താഴ്ത്തിക്കെട്ടും, നിന്നെ പല രീതിയിൽ ദ്രോഹിക്കും, നിന്നെ പല രീതിയിൽ അപമാനിക്കും, നിന്നെ പല രീതിയിൽ നിന്ദിക്കും. ഓർക്കണം, എന്നും ഈ നിന്ദനവും ഈ കഷ്ടപ്പാടും ഈ കുറ്റപ്പെടുത്തലും ഒന്നും ആയിരിക്കില്ല. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് നിനക്ക് ഒരു ഉയർപ്പുണ്ടാകും. എൻ്റെ പേര് സാബു, എൻ്റെ മകൻ സ്റ്റെബിൻ. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. വളരെ നാളായി ഡിവൈനിലൊരു ധ്യാനം കൂടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഏതായാലും ഞങ്ങളിവിടെ വന്ന് ഈ ഒരു ആഴ്ചത്തെ ധ്യാനം കൂടി. വളരെ ഉപകാരപ്രദമായിരുന്നു. നമ്മുടെ ജോർജ് പനക്കലച്ഛൻ്റെയും മാത്യു നായ്ക്കനാമ്പറമ്പിൽ അച്ഛൻ്റെയും രണ്ടുപേരുടെയും പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ഒത്തിരി അനുഭവങ്ങളുണ്ട്. മനസ്സിന് വളരെ ആശ്വാസമുണ്ട്, വളരെ ശാന്തിയുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കുടുംബമായിട്ടൊന്ന് വന്ന് ഒരുമിച്ച് കൂടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒത്തിരി നന്ദി. താങ്ക് യു. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 14-15 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നീ അപ്പനല്ലേ? മകളെ കെട്ടിച്ചു വിട്ടുമ്പോൾ അവൾക്ക് ദൈവിക ജ്ഞാനം കൂടെ കൊടുക്കണ്ടേ? വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ മതിയോ? ഈ ലോകത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെയും മറ്റു പല മാസ്മരികമായ സ്വാധീനങ്ങളുടെ മേഖലയിൽ വ്യാപരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കൊടുക്കാതെ വിദ്യാഭ്യാസം കൊടുത്തു, കലാകായിക മേഖലകളിൽ ട്രെയിനിങ് കൊടുത്തു, നേട്ടം നേടി, വിദ്യാഭ്യാസവും നല്ല സാലറിയും വിദേശവാസവും ഒക്കെ കിട്ടി. പക്ഷെ അവരുടെ ആത്മാവ് പോയാലോ? മത്തായി 16:26 മത്തായി 16:26 ഈശോ പറയുന്നു, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് ഫലം?
മത്തായി 16:26. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആലോചിക്കേണ്ട വളരെ ഗുരുതരമായൊരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത്. ശരീരത്തിന് വേണ്ടതും ബുദ്ധിക്ക് വേണ്ടതും ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക മേഖലയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. ആത്മാവിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എങ്കിൽ കുറെ കഴിഞ്ഞ് ശരീരവും ഈ ലോക ജീവിതവും ഇവിടെയുള്ള സുഖഭോഗ മേഖലകളെല്ലാം നമ്മളെ തള്ളുമ്പോൾ, അത് നമ്മുടെ കൂടെ ഇല്ലാതാകുമ്പോൾ, അത് നമുക്ക് ഉപകാരപ്രദമല്ലാതെ വരുമ്പോൾ, തമ്പുരാന്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ ആത്മാവ് മരിച്ചിരിക്കുകയാണെങ്കിലോ, തമ്പുരാനെ വിളിക്കാൻ ആത്മാവിന് ജീവനില്ലാതിരിക്കുകയാണെങ്കിലോ, തമ്പുരാന്റെ കൃപ സ്വീകരിക്കാനുള്ള യോഗ്യത ആത്മാവിനില്ലാതിരിക്കുകയാണെങ്കിലോ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ശരീരത്തിന്റെ ലോകത്തിന്റെ സുഖങ്ങള് ദൈവം അനുവദിച്ചിടത്തോളം, ദൈവം ആശീർവദിച്ചതൊക്കെ, ദൈവം തന്നതൊക്കെ സ്വീകരിച്ച് ആസ്വദിക്കാം. എൻ്റെ പേര് ഡെന്നീസ് രാജൻ എന്നാണ്. എൻ്റെ സ്വദേശം മണ്ണത്തൂരാണ്. മൂവാറ്റുപുഴ അടുത്ത് മണ്ണത്തൂർ എന്ന് പറയുന്ന സ്വദേശമാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഡൽഹിയിലാണ്. എൻ്റെ ഭാര്യ ബിനു ലെക്ചറാണ്. മക്കൾ സ്മിന, സാനിയ. ഞങ്ങൾ അവിടുന്ന് ഒരാഴ്ചത്തെ ധ്യാനത്തിനായിട്ട് എത്തിച്ചേർന്നതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും താമസിച്ച് ഉള്ളൊരു ധ്യാനത്തിൽ പങ്കെടുത്തത്. വലിയൊരു അനുഭവമായിരുന്നു അത്. ഇത് പറഞ്ഞതും അറിഞ്ഞതും കേട്ടതുമല്ല, അനുഭവിച്ചറിഞ്ഞതാണ്. അത് ഒരു വാക്കുകളിലൂടെ വിശദീകരിക്കാനാവാത്ത അത്രയും സൗഖ്യമാണ് ലഭിച്ചത്. ആന്തരികമായിട്ടുള്ള സൗഖ്യം വളരെ വലുതാണത്. ഒരു പുതിയൊരു മനുഷ്യനായിട്ട് ഞങ്ങൾ 4 പേരും പുതിയൊരു തുടക്കമായിട്ടാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇത് നൽകുന്ന സംതൃപ്തി എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. എല്ലാവരുടെയും കൂടെ, വിവിധ തുറകളിൽ ജീവിക്കുന്നവരുടെ കൂടെ ഇതിൽ പങ്കെടുത്ത് വളരെ ആത്മീയമായിട്ടുള്ള ഒരു അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഈ ശുശ്രൂഷ നടത്തിയ എല്ലാവരെയും, പ്രത്യേകിച്ചും പനക്കിലച്ചൻ, ഷിജോ അച്ഛൻ, ഇവരെല്ലാം പ്രത്യേകം അവരോട് നന്ദി പറയുന്നു. അവരുടെ അറിവ്, അവരുടെ സമയം, ഈ വിലപ്പെട്ട സമയം എല്ലാം ഈ വന്ന് ഇത്രയും ആൾക്കാർക്കായിട്ട് ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇന്ന്. അതിൽ ലഭിച്ച ആ ഒരു സന്തോഷവും ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുവയ്ക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രകാശിതരായിട്ടാണ് ഈ ആലയം വിട്ട് നാളെ പോകേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക്, ഓഫീസിലേക്ക്, ജോലി സ്ഥലത്തേക്ക്, എവിടെയാണോ നമ്മൾ പ്രവർത്തന മേഖല, എവിടെയാണോ നമ്മുടെ പ്രവർത്തന മേഖല, ആ പ്രവർത്തന മേഖലകളിൽ നാം എല്ലാവരും എന്തായി തീരണം? പ്രകാശമായി തീരണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുക, എൻ്റെ കുടുംബത്തിൽ ഞാനൊരു പ്രകാശമായിരിക്കും. എൻ്റെ ജോലി സ്ഥലത്ത്, ഞാൻ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഞാനൊരു പ്രകാശമായിരിക്കണം. ഹല്ലേലൂയ. അതിനുള്ള വിളിയാണ് നമ്മുടെ ജീവിതം. സ്നേഹമുള്ളവർ, യേശുവിനെ അനുഭവിച്ചറിഞ്ഞവര്, അവിടുത്തെ ആ സ്നേഹം അനുഭവിച്ചവര്, പ്രിയമുള്ളവരെ, അവരെവിടെയാണോ അവിടെ പ്രകാശമായിരിക്കും. അവരുടെ സാന്നിധ്യം അവിടെ ഒരു അനുഗ്രഹമായിരിക്കും. നാം എല്ലാവരും ഓരോ അനുഗ്രഹമായി തീരേണ്ട വ്യക്തികളാണ്. ഹല്ലേലൂയ. ഞാൻ മോഹൻ മാത്യു. ഞങ്ങള് ഒരാഴ്ചത്തെ ധ്യാനത്തിന് വന്നതാണ്. ഞാൻ, എൻ്റെ വൈഫ് ജസമ്മ മോഹൻ. ഞാൻ ആദ്യമായിട്ട് വരുവാണ് ഇവിടെ ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ. അതിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടം എനിക്കുണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ചും കപ്പിൾ ബ്ലെസ്സിങ് ഒക്കെ വളരെ നല്ല അനുഭൂതി തോന്നി. രണ്ടുപേരുടെയും അനുഗ്രഹിച്ചുള്ള കുർബാനയൊക്കെ വളരെ നല്ലതായിരുന്നു. ദൈവത്തിന് സ്തുതി, സ്തോത്രം. സ്ത്രീ പറഞ്ഞു, അച്ഛാ, നാളുകൾക്ക് മുമ്പ് ടെലിവിഷനിലാണ് എൻ്റെ വീട്ടില് ഞാൻ ഈ ശുശ്രൂഷ കൂടുന്നത്. ഞാൻ ഈ ശുശ്രൂഷ കൂടുന്ന സമയം എൻ്റെ അവസ്ഥ, കിടപ്പ് രോഗിയായിരുന്നു ഈ സ്ത്രീ, കിടപ്പ് രോഗി. ഈ സ്ത്രീ ഇത് പറയുമ്പോൾ എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യം, എൻ്റെ അച്ഛാ, എൻ്റെ വേദനയേക്കാളും വലുത് എൻ്റെ ജീവിത പങ്കാളി ഹസ്ബൻഡിൻ്റെ അവസ്ഥയാണ്. അച്ഛനറിയോ, അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്.
ഞാൻ ഈ കട്ടിലേക്ക് കിടക്കുന്നു, അദ്ദേഹം മറ്റൊരു കട്ടിലേക്ക് കിടക്കുന്നു. ഞങ്ങളുടെ വീട് ഒരു ആശുപത്രി പോലെയാണ്. ഞങ്ങളുടെ വീട്ടില് മൂകതയാണ്, സന്തോഷമില്ല. ഞാനിങ്ങനെ കിടക്കും, എനിക്കിങ്ങനെ നിവർന്നേ കിടക്കാൻ പറ്റുള്ളൂ, ചരിഞ്ഞു പോലും കിടക്കാൻ അനുവാദമില്ല. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ഈ സഹോദരി അനുഭവിക്കുന്ന ഈ രോഗം അല്പമെങ്കിലും ഭേദമാകണമെങ്കിൽ ഇങ്ങനെ മാസങ്ങളോളം കിടന്നോണം. അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ സ്ത്രീ വളരെ അവിചാരിതമായിട്ട് ഇവർ കിടക്കുന്ന മുറിയിൽ ഒരു ടെലിവിഷനുണ്ട്. ആ ടെലിവിഷനിൽ, നമ്മുടെ ഗുഡ്നസ് ടെലിവിഷനിലൂടെ ഒരു ശുശ്രൂഷ ഈ സ്ത്രീ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ഒരു ശുശ്രൂഷ പങ്കെടുക്കുന്നത്. അതിലൊരു വൈദികൻ നിന്ന് പ്രസംഗിക്കുന്നു. ഈ സ്ത്രീക്ക് ഈ വൈദികന്റെ പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ശുശ്രൂഷയ്ക്കിടയ്ക്ക് വൈദികൻ പറയുന്നു, ഇതാ രോഗികളെ ഈശോ തൊടുന്നു, ഇതാ ക്യാൻസർ രോഗികളെ തൊടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ചോ, ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെ സ്പർശിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ സ്ത്രീ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ എത്തിച്ചേരുന്നത്. പാപം ചെയ്ത മനുഷ്യന് ബന്ധമാണ് നഷ്ടപ്പെട്ടത്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള ബന്ധം, മനുഷ്യർക്കും ദൈവത്തിനും തമ്മിലുള്ള ബന്ധം, മനുഷ്യർക്കും പ്രകൃതിക്കും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുക. അതാണ് പർദീസ നഷ്ടമായത്. ബന്ധങ്ങളുടെ നഷ്ടമാകലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തല നടപടി പുസ്തകത്തില് 2 നമ്മൾ കാണും, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരൊരു ബന്ധത്തിലാവുകയാണ്. 3000-ഓളം പേര് ഒരുമിച്ച് യേശുക്രിസ്തുവിലേക്ക്, ക്രിസ്ത്യാനികളായിട്ട് വിശ്വാസത്തിലേക്ക് വന്നതെന്ന് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോമിലി ജോസഫ്. മക്കൾ ദേവനന്ദ രാജേഷ്, ദേവാമൃത രാജേഷ്. ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. എല്ലാ വർഷവും ഇവിടെ ധ്യാനത്തിനായിട്ട് വരാറുണ്ട്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമാണ്. ഇപ്പോൾ ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പം 2000 വർഷം മുമ്പ് ഈ ദൈവപുത്രൻ നമ്മുടെ ഇടയിൽ വരുവാൻ തുടങ്ങുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ നോക്കിയിട്ട്, യോഹന്നാൻ മംദാന, സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ വരുന്നു ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടുന്ന കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷോബി ബിന്ദു, വീട് മൂക്കന്നൂര്. ഞങ്ങൾ ഫാമിലിയായിട്ട് ധ്യാനം കൂടാനായിട്ട് 2 പ്രാവശ്യം നോക്കിയിട്ടും സാധിച്ചില്ല. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ധ്യാനത്തിന് പങ്കെടുക്കാനും നല്ലൊരു ദൈവാനുഭവം ഞങ്ങൾക്ക് കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ ഞങ്ങൾക്ക് ലഭിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മറന്നു ചേരാ കൂട്ടായ്മയിൽ വളർന്നീടാ ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കൂ പങ്കുവയ്പനുഭവം നൽകിയാലും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അന്നേരം അത് കുഞ്ഞ് ട്യൂബിലാണ് ജനിച്ചത്. ട്യൂബിൽ ജനിച്ചപ്പോൾ അത് വളരില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞ് വലത്തെ ഭാഗത്ത് ട്യൂബ് എടുത്ത് കളഞ്ഞ് പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം ഇനിയുള്ളത് ഒരു ട്യൂബാണ്, ആ ട്യൂബിൽ ഇനി കുഞ്ഞ് വളരുമോ എന്നുള്ളത് സംശയമാണ്. അല്ല, ആ ട്യൂബേ ഉള്ളൂ, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് ആ ഒരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന് ഒരു അനുഗ്രഹം കിട്ടി. യേശു എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ കുഞ്ഞ് ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു പേടിയിൽ നിന്ന് അത് മാറി കിട്ടി. നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടു, നിങ്ങളുടെ
ആഴമായ മനസ്സാന്തരമാണ് ഹൃദയത്തെ നവീകരിച്ച് ആത്മാവിൻ്റെ സ്വരം കേൾക്കുവാനുള്ള ജീവിതത്തിലെ ഏകമാർഗം. നമ്മുടെ പാപങ്ങളാണ്, ജീവിത അശുദ്ധിയാണ്, തിന്മ നിറഞ്ഞ ജീവിതമാണ്, സംശയം നിറഞ്ഞ ജീവിതമാണ്, വചനത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ജീവിതമാണ്, ലോകം പറയുന്ന അനേക കാര്യങ്ങളിൽ മനസ്സുറപ്പിച്ച ജീവിതമാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നിന്നെ അകറ്റി നിർത്തുന്നത്. എൻ്റെ പേര് വർഗീസ്. ഞാൻ വൈക്കത്തുനിന്നായിരുന്നു. ഞാനിപ്പോൾ ഈ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരാൻ അവസരം കിട്ടിയത്. എനിക്ക് ഈ ധ്യാനത്തെ പറ്റി നല്ല അഭിപ്രായം പറയാനുള്ളൂ. അത് അതിനെ വളരാൻ കിട്ടിയ അവസരമാണ്. എല്ലാവരും വിനിയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇന്നും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. കാരണം എന്താ ഇതെന്താണ് കാരണം? രോഗങ്ങൾ വിട്ടുപോകുന്നു, അത് സൗഖ്യപ്പെടുന്നു, പൈശാചിക ശക്തി നമ്മളിൽ നിന്ന് ഓടിയിറങ്ങി പോകുന്നു, മനസ്സിന് ആശ്വാസം കിട്ടുന്നു, സമാധാനം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, സ്നേഹം തോന്നുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? അതാണ് സത്യം. സത്യം എന്താണ് എന്ന് തിരിച്ചറിയണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63. ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ പേര് സെബാസ്റ്റ്യൻ ആൻഡ് ലിസി. ഞങ്ങൾ പള്ളിപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഈ ധ്യാനം കൂടിയതിൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾ ആത്മീയമായിട്ട് വളരുവാനായിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടതെന്നും പരിശുദ്ധാത്മാവിനായിട്ട് എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ദൈവത്തിന് നന്ദി. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തന 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനം അതിങ്ങനെയാണ്. പന്തക്കുസ്താദിന് സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന ആ വീട് മുഴുവനും നിറഞ്ഞു നിന്നു. അഗ്നിജ്വാലകൾ പോലുള്ള തീനാവുകൾ തങ്ങൾ ഓരോരുത്തരുമേൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവോട് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരുടെയും വർഷിക്കണമേ. കരങ്ങൾ കൂപ്പി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പൂർണ്ണമായി 2 കരം ഉയർത്തി ദൈവമേ, യേശുവേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, സ്തുതി, ആരാധന. അമ്പാപിതാവേ നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എന്താണ് ഈ വചനത്തിൻ്റെ സന്ദേശം? ദൈവം അനന്ത സ്നേഹമാണ്. ജെറമ്യാ 31:3. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നോടുള്ള എൻ്റെ സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാത്തതാണ്. നമ്മൾ അവിശ്വസ്തത കാണിച്ചാലും ദൈവം പാപികളെ തേടി വരുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്നു, രക്ഷിക്കുന്നു. ദൈവം അനന്ത സ്നേഹമാണ്. ആ അനന്ത സ്നേഹമായ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ
അങ്ങയുടെ അനന്ത സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. പരസ്പര സ്നേഹം, മനസ്സലിവുള്ള സ്നേഹം, കരുണാർദ്ര സ്നേഹം, ശുശ്രൂഷിക്കുവാനുള്ള കൃപ ലഭിക്കുന്നത് നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറയുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറയുന്നത്. ആകയാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനഃപൂർവ്വം ബോധപൂർവം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനുള്ള ദാഹം ദൈവം അതിലൂടെ പരിശുദ്ധാത്മാവിനെ മാത്രമല്ല ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അഭിഷേകം, ഒരു വെളിപ്പെടുത്തൽ, ഒരു ജ്ഞാനം, ഒരു അനുഭവം നമുക്ക് നൽകും. അതുകൊണ്ട് ലോകത്തിന് മുഴുവനും നമുക്ക് കൊടുക്കാനുള്ള സന്ദേശമാണ്, ഒന്ന്, ദൈവസ്നേഹം കൊണ്ട് നിറയാൻ ദാഹിക്കുക, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ ദാഹിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.